ശ്രീ എം എൻ കാരശ്ശേരി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി, ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരായി, ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെതിരായി ഒരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ സാധ്യതകൾ ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു കാണും എന്ന ഇന്ത്യ മുന്നണിയുടെ അവകാശവാദമായിരുന്നു. നമുക്കറിയാം, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന അതേ ദിവസം ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു യോഗം, പ്രധാനപ്പെട്ട യോഗം ചേരുകയായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ, ഫലം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച് നിർണായക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ആ യോഗം. അപ്പോൾ അത്രമാത്രം കനത്ത പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ കൂട്ടായ്മ മത്സര രംഗത്തുണ്ടായിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളെ അപ്പാടെ തകിടം മറയ്ക്കുന്ന, അവരുടെ സ്വപ്നങ്ങളല്ല ഇന്ത്യയിലെ യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കും വിധമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവചനം, ഒരു എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലെവിടെയും ബി ജെ പി താഴെ പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും ഒരു സൂചനയുമില്ല. ഏറ്റവും കുറഞ്ഞത് 350 സീറ്റ് എൻ ഡി എക്ക്, ഏറ്റവും കൂടിയത് 415 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും ആന്ധ്രയിലും തെലങ്കാനയിലും കേരളത്തിലടക്കം ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ, ബി ജെ പിയുടെ നില മെച്ചപ്പെടുത്തുന്ന ഫല സൂചനകൾ പുറത്തു വരികയാണ്, പ്രവചനങ്ങൾ പുറത്തു വരികയാണ്. ഇതിന് എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിയുന്നുണ്ട് കാരശ്ശേരി മാഷെ? ഗോപികൃഷ്ണൻ, ഇതിപ്പോ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരും. അതിനു മുൻപേ മാധ്യമങ്ങളുടെയും നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ അക്ഷമ കാണിക്കുന്ന ഒന്നാണ് എക്സിറ്റ് പോളിന്റെ ചർച്ചയൊക്കെ. ഇതിപ്പോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോർജ് ഹൊറസ് ഗാലപ്പ് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനാണ് ഈ ഏർപ്പാട് കണ്ടുപിടിച്ചത്. അദ്ദേഹം 1984 മരിച്ചുപോയി. അപ്പോൾ ഇത് നല്ലതായിരിക്കാം. ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് ഹസ്കർ ചൂണ്ടിക്കാണിച്ച മാതിരി പലപ്പോഴും ഇത് തെറ്റിയിട്ടുണ്ട്. 2004 പഴിച്ചതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളത്, വാജ്പേയി ഗവൺമെന്റിന്റെ തുടർച്ച പ്രവചിച്ചത്. അപ്പൊ അവരൊക്കെ നടത്തിയ പ്രവചനത്തെ പറ്റി ഞാനൊരു പുതിയ പ്രവചനം നടത്തണം എന്നാണ് ഇപ്പൊ ഗോപികൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അപ്പൊ ഇതിലുള്ള ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാല്, ഇപ്പോ ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ മുമ്പ് എൻ്റെ ഓർമ്മയിലുള്ള ഒരു പ്രധാനപ്പെട്ട, എല്ലാവരുടെയും ഓർമ്മയുള്ള സ്ഥിതിവിശേഷം 1977 തെരഞ്ഞെടുപ്പാണ്. അന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക പാർട്ടിയായി ലയിച്ചു, വേറെ പാർട്ടിയും ചിഹ്നവും കൊടിയായി. അങ്ങനെയാണ് ജനതാ പാർട്ടി എന്നൊരു പ്രസ്ഥാനം 1977 ഉണ്ടായത്. അന്ന് സിൻഡിക്കേറ്റ് കോൺഗ്രസ്, സോഷ്യലിസ്റ്റുകൾ, ഭാരതീയ ജനസംഘം, കോൺഗ്രസ് ഫോർ ഡെമോക്രസി എല്ലാവരും കൂടിയിട്ടാണ് അന്ന് ജനതാ പാർട്ടി ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രതീകം എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണനായിരുന്നു. JP എന്ന് അദ്ദേഹത്തെ ചുരുക്കി പറയാം. അദ്ദേഹത്തിന്റെ പേരിന്റെ ചുരുക്കമുള്ള പേര് തന്നെ JP എന്നാണ് ഈ പാർട്ടിയുടെ ചുരുക്കം വന്നിരുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ ഉണ്ടായില്ല. അതിപ്പോ നല്ല ഉദാഹരണം വെളിപ്പെട്ടത്, ഒറ്റ ഉദാഹരണം പറയാനാണെങ്കിൽ കേരളത്തിലാണ്. ഈ ഇന്ത്യ മുന്നണിയിൽ ഉള്ള CPIയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജയും അതിന്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് മണ്ഡലത്തിൽ പരസ്പരം മത്സരിക്കുന്നു. അപ്പൊ ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ ഒഴിവാക്കാനുള്ള പണി വളരെ ഉത്തരവാദിത്തോടു കൂടി, വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഇന്ത്യ മുന്നണി എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യ മുന്നണിയിലുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പത്രം വായിക്കുകയോ TV കാണുകയോ ചെയ്യാത്ത ആളുകൾക്ക് സാമാന്യമായി കേരളത്തിൽ അനുഭവപ്പെടുകയില്ല. കാരണം ഇന്ത്യ മുന്നണിയിലുള്ള അതൊരു വേദിയാണ്. ആ വേദിയിലുള്ള രണ്ട് കക്ഷികളാണ് കോൺഗ്രസും CPM. പക്ഷേ അവർ തമ്മിലുള്ള തർക്കമോ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലോ പഴിചാരലോ ഒന്നും ഒരു സ്ഥലത്തും ഒന്നും ഇല്ലാതെ ആയിട്ടില്ല. അതൊന്നും തണുത്തിട്ടില്ല. അങ്ങനെ ഒരു മുന്നണി ഉണ്ട് എന്ന് ഇവിടെ കേരളീയർക്ക് അനുഭവപ്പെടുകയില്ല. അപ്പൊ ആ തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടുള്ള തർക്കം, അങ്ങനെ ഒരുപാട്, ഇപ്പോൾ ഗോപികൃഷ്ണന് എന്നെക്കാൾ ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോ ആ തരത്തിൽ എന്ത് വില കൊടുത്തും മോദി ഗവൺമെന്റിന്റെ തുടർച്ച ഇല്ലാതെ ആക്കണം എന്ന തരത്തിലൊരു ജീവൻ മരണ സമരം തീർച്ചയായിട്ടും പ്രതിപക്ഷം നടത്തിയിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോ എക്സിറ്റ് പോൾ ഫലം തീർച്ചയായിട്ടും
നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിരുന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഫീച്ചറുകളും അഭിപ്രായങ്ങളും വെച്ചിട്ട് ഇങ്ങനെ ഈ തരത്തിൽ ഇന്നിപ്പോൾ എക്സിറ്റ് പോളിന്റെ ഫലം വരുന്ന തരത്തിലുള്ള ഒരു ഫലമല്ല എന്നെപ്പോലെ അനേക ലക്ഷം ആളുകൾ പ്രതീക്ഷിച്ചത്. അതിലിപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോൾ NDAക്ക് ഭരണത്തുടർച്ച കിട്ടുന്നതിന് മാനസികമായി എതിരുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ ജനാധിപത്യം, നമ്മുടെ മതേതരത്വം, നമ്മുടെ ആ തരത്തിലുള്ള എല്ലാം പോയിട്ട് ഒരു സർവാധിപത്യം, ഏകാധിപത്യം, ഒരു ഹിന്ദുരാഷ്ട്രം വരാനുള്ള വഴിയൊരുക്കുന്ന ഒന്നായിരിക്കും വീണ്ടും മോദി ഗവൺമെന്റ് തിരിച്ചു വന്നാൽ ഉണ്ടാവുക എന്നൊരു ഭീതി എല്ലാവർക്കും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അങ്ങനെ പലതും ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? NDA ഇന്ത്യ മുന്നണി വന്നാൽ ബുൾഡോസർ വെച്ച് രാമക്ഷേത്രം തകർക്കുന്ന. അപ്പൊ രാമക്ഷേത്രത്തിന് അദ്ദേഹം ഇനിയും മുന്നോട്ട് പോയിട്ടില്ല, വേറിട്ട് പോയിട്ടില്ല. അപ്പോൾ ബാബരി പള്ളി തകർക്കുക, രാമക്ഷേത്രം പുനർനിർമ്മിക്കുക, അതൊക്കെ കഴിഞ്ഞു. അതിപ്പോ 10-40 കൊല്ലമായുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രമേയമായിരുന്നു. അപ്പൊ ഈ ഇലക്ഷനിൽ ഈ തരത്തിൽ ഒരു ഉത്തരവാദിത്വവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാണിച്ചില്ല. എന്താണ് ഇന്ത്യയിലെ പ്രശ്നം? 10 കൊല്ലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറയുന്നില്ല, പരിഹാരം എന്താണ് എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് എപ്പോഴും ഈ ജാതിയും മതവും മുസ്ലിം വിരുദ്ധതയൊക്കെയാണ്. അതുകൊണ്ട് വളരെ കഷ്ടമായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു പ്രശ്നവും സാമാന്യമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന് പരാതിയുള്ള ഒരാളാണ് ഞാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ആ കർഷകരുടെ പ്രശ്നം എന്താണ്? പഞ്ചാബിലെയും ഹരിയാനയും സിഖുകാരില്ലെങ്കിൽ ആ സമരം വിജയിക്കുമായിരുന്നില്ല. അത്രയധികം കർഷക വിരുദ്ധമായൊരു നിയമം കൊണ്ടുവന്ന് 2 കൊല്ലത്തോളം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തിയും അംഗഭംഗം വരുത്തിയും പണം നഷ്ടപ്പെടുത്തിയും കഷ്ടപ്പെട്ട് സമരം ചെയ്ത് പിൻവലിപ്പിച്ചു. ആ പിൻവലിപ്പിക്കും വേറെ ഏത് നാട്ടിലാണെങ്കിലും പ്രധാനമന്ത്രി രാജിവെച്ച് വീട്ടിൽ പോകും. കാരണം ആ തരത്തിലാണ് ആ നിയമം വന്നത്. എന്നിട്ട് ഇപ്പോൾ അതിലെ എന്തൊക്കെയാണ് നിബന്ധനകൾ വെച്ചത്, ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്തായിരുന്നു, അത് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ കർഷകർ വീണ്ടും സമരത്തിലാണ്. അത്തരം പ്രശ്നങ്ങളൊന്നും പ്രതിപക്ഷമോ ഭരണപക്ഷമോ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ കേരളത്തിൽ ആ കർഷക സമരത്തിന്റെ പ്രധാനപ്പെട്ട അലയൊലികളൊന്നും ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. നമ്മുടെ ഗ്രാമങ്ങൾക്ക് ഒരു ശ്രദ്ധയും കിട്ടുന്നില്ല. ഗാന്ധി പറഞ്ഞിരുന്നു, യഥാർത്ഥ ഭാരതം ഗ്രാമീണ ഭാരതമാണ്. റിയൽ ഇന്ത്യ ഈസ് റൂറൽ ഇന്ത്യ. ഇപ്പൊ നഗരങ്ങൾ, വ്യവസായങ്ങൾ, ആ തരത്തിലുള്ള വികസനങ്ങൾ, എയർപോർട്ട്, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ കർഷകരുടെ എല്ലാ തരത്തിലുമുള്ള അവഗണന, പിന്നെ അവരെ വ്യവസായികൾക്ക് ഒറ്റുകൊടുക്കുന്ന ഒരു നിയമമാണ് മോദി ഗവൺമെന്റ് നിർഭാഗ്യവശാൽ കൊണ്ടുവന്ന്. അതിനെതിരായിട്ടാണ് കർഷകർ സംഘടിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ ജനകീയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോയ ഒരു ഇലക്ഷനാണ് കഴിഞ്ഞു പോയത്. എല്ലായിടത്തും ഈ തരത്തിലുള്ള തർക്കങ്ങൾ, വെറുപ്പിന്റെ കാര്യങ്ങൾ, അതിനുള്ള മറുപടികൾ, ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഈ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ, ഈ വലിയ മുന്നേറ്റം, അതായത് 3ാം തവണയും മോദിക്ക് അധികാരം നൽകുന്ന, അവരുടെ തന്നെ പ്രതീക്ഷകൾക്കൊത്ത് അവരുടെ പ്രകടനം ഉയരുന്ന ഒരു പ്രവചനം നടത്തുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു മോശം ഇടപെടലുണ്ട്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിൻ്റെ ഫലമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? അതെല്ലാം BJP ലക്ഷ്യം വയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ, അതായത് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ പരുവപ്പെട്ട് എടുക്കുന്നു ഈ രാജ്യത്തെ വിവിധ സമൂഹങ്ങളെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗോപികൃഷ്ണൻ, ഇതിലിപ്പോ നേരത്തെ തന്നെ 10 കൊല്ലം മുമ്പ് മോദി അധികാരത്തിൽ വരുമ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് നവമാധ്യമങ്ങളാണെന്നാണ് എൻ്റെ വിചാരം. അതിവിടുത്തെ ദിനപത്രങ്ങളോ റേഡിയോ ടെലിവിഷൻ അവർക്കൊക്കെ പങ്കുണ്ട്. അതിനേക്കാളൊക്കെ വലിയ പങ്കുള്ളത് യൂട്യൂബ്, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള നവമാധ്യമങ്ങൾക്കാണ്. അവിടെ എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഒരു വിവേകത്തിന്റെ മേഖലയാണ്, അല്ലെങ്കിൽ വിചാരത്തിന്റെ. അത് രണ്ടും മാറ്റിവെച്ചിട്ട് വെറും വികാരത്തിന്റെ മേഖലയാണ്. ഇപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ മോദിയെ വിമർശിക്കുമ്പോൾ വ്യക്തിപരമായി വിമർശിക്കുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇപ്പൊ കേരളത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ട MLA പറഞ്ഞത് അദ്ദേഹത്തിന് DNA ടെസ്റ്റ് നടത്തണമെന്നാ. ആലോചിച്ചു, എന്തൊരു നിലവാരമില്ലാത്ത രാഷ്ട്രീയമാണെന്ന്, എന്തൊരു നിലവാരമില്ലാത്ത രാഷ്ട്രീയം. അപ്പൊ ഇത് ഒരു പാർട്ടിക്ക് മാത്രമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇവിടുത്തെ നമ്മുടെ
കർഷകരുടെ, തൊഴിലാളികളുടെ, സ്ത്രീകളുടെ, ദളിതരുടെ, ആദിവാസികളുടെ, പിന്നോക്ക വിഭാഗങ്ങളുടെ, മതന്യൂനപക്ഷങ്ങളുടെ ഒക്കെ നീതി, അവരുടെ പുരോഗതി തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്ന ഒരു പണിയാണ് രാഷ്ട്രീയം എന്നുള്ളത് മറന്നിട്ട് അധികാര മത്സരമാണ്. അധികാരം കിട്ടാൻ എന്ത് വികാരമാണ് കത്തിക്കേണ്ടത്? അത് ജാതിയാണെങ്കിൽ അങ്ങനെ, മതമാണെങ്കിൽ അങ്ങനെ, പ്രാദേശികതയാണെങ്കിൽ അങ്ങനെ, ഭാഷയാണെങ്കിൽ അങ്ങനെ. ആലോചിച്ച് ഇപ്പൊ ശരി മാഷെ, നമുക്ക് ഞാനിനി മാഷിലേക്ക് ഞാൻ തിരിച്ചു വരാം. മാഷെ, ഞാൻ ശരിക്കും വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.